അമേരിക്കയിൽ വീശിയടിച്ച ചുഴലിക്കാറ്റിൽ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത്. ആകെ മരണം 30 കടന്നു. ദുരന്തത്തിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. മരണസംഖ്യ ഉയരുന്നതും ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. മധ്യ അമേരിക്കയിലുടനീളം വീശിയടിച്ച ചുഴലിക്കാറ്റിൽ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത്. ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലും 30-ലധികം പേർ മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റു. മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യത. ചുഴലിക്കാറ്റിനെ തുടർന്ന് അമേരിക്കയിലെ മിസൗറി, അർക്കൻസാസ്, ടെക്സസ്, ഒക്ലഹോമ എന്നീ നഗരങ്ങളിൽ നിരവധി നാശനഷ്ടങ്ങൾ സംഭവിച്ചതായാണ് റിപ്പോർട്ടുകൾ. മിസൗറി സംസ്ഥാനത്താണ് കാറ്റ് കനത്ത നാശം വിതച്ചത്. വെള്ളിയാഴ്ച രാത്രിയും ശനിയാഴ്ച രാവിലെയുമായി ആഞ്ഞു വീശിയ ചുഴലിക്കാറ്റിൽ മിസൗറിയിൽ മാത്രം 14 പേർ മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റതായി മിസൗറി സ്റ്റേറ്റ് ഹൈവേ പെട്രോൾ റിപ്പോർട്ട് ചെയ്തു. വെള്ളിയാഴ്ച കാൻസസിൽ പൊടിക്കാറ്റിനെ തുടർന്ന് 50-ലധികം വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ട് 8 പേരാണ് മരിച്ചത്. അവിടെയും നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അർക്കൻസാസിലും ജോർജിയയിലും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. മരങ്ങളും വൈദ്യുതി ലൈനുകളും വീണതായും കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ദുരന്തത്തെ തുടർന്ന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 100 ദശലക്ഷത്തിലധികം ആളുകളെ ബാധിക്കുന്ന കാലാവസ്ഥാ മുന്നറിയിപ്പ് നാഷണൽ വെതർ സർവീസ് നൽകിയിട്ടുണ്ട്. കനേഡിയൻ അതിർത്തിയിൽ നിന്നും ടെക്സസിലേക്ക് 130 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനുള്ള സാധ്യത ഉള്ളതിനാൽ കാട്ടുതീ മുന്നറിയിപ്പും ഉണ്ടായിരുന്നു. വെള്ളിയാഴ്ച മുതൽ യുഎസിൽ വിവിധ സംസ്ഥാനങ്ങളിൽ ചുഴലിക്കാറ്റുകൾ രൂപപ്പെട്ടിരുന്നു. കാലാവസ്ഥ അനുകൂലമാകുന്നതുവരെ സുരക്ഷിത സ്ഥാനങ്ങളിൽ മാറി താമസിക്കണമെന്ന് പ്രദേശവാസികൾക്ക് ഭരണകൂടം മുന്നറിയിപ്പ് നൽകി.